എടാ പാവപ്പണ്ണി കേക്കാവോ? പാവപ്പണ്ണി എടാ പാവപ്പണ്ണി എടാ കേക്കാവോ? എന്താണ് ഇപ്പൊ പാവപ്പണ്ണി ശബ്ദം കേട്ടോ? എടാ പാവപ്പണ്ണി കേക്കാവോ? താടി കൂടെ ഉണ്ടായിരുന്നു കറക്റ്റ് റോക്കി ബൈ ആണ് കേട്ടോ. നീ കുഴപ്പമില്ല, റോക്കി ബൈയുടെ ചെറുപ്പക്കാരാ. അവൻ നീ ഇടിച്ചതിന് പ്രശ്നം യവൻ നല്ലൊരു പ്രൊഡക്റ്റ് ആവണം നീ. നീ കേട്ടോ? ഹലോ ബ്രോ കേക്കാവോ? ബ്രോ ഹലോ ഹലോ ബ്രോ പാവപ്പണ്ണി. ഹലോ പാവപ്പണ്ണി. ഹലോ പാവപ്പണ്ണി കൈ പാവപ്പണ്ണി എടാ പാവപ്പണ്ണി എടാ ഞാൻ നിന്നോട് സംസാരിക്കുന്നില്ലേ? എന്താ പ്രശ്നം എന്താ? എടാ പാവപ്പണ്ണി കേക്കാവോ? പാവപ്പണ്ണി എടാ പാവപ്പണ്ണി എടാ കേക്കാവോ? എന്താണ് ഇപ്പൊ പാവപ്പണ്ണി ശബ്ദം കേട്ടോ? എടാ പാവപ്പണ്ണി കേക്കാവോ? കേക്കുന്നില്ലേ? കേക്കുന്നില്ലേ? ആ അത് വലിയ പ്രശ്നമാണ്. ചെവിയിലാരെല്ലാം ഇതിൽ ഒഴിച്ചാണ് മനസ്സിലായതിന്റെ. ഇന്നേതെങ്കിലും മാമന്മാരോട് വർക്കിന് പോയോ? ഇപ്പൊ ചെവിയിലൊക്കെ ഒഴിക്കുന്ന പുതിയ ട്രെൻഡാണ് ബ്രോ, അതുകൊണ്ട് ചോദിച്ചാ. ഇപ്പൊ കേക്ക് കുറച്ച് കഴിയുമ്പോൾ കേൾക്കും ബ്രോ, കുറച്ച് കഴിയുമ്പോൾ കേൾക്കും. ഇവിടെ ഉപ്പുളത്തിൽ പോയെന്ന് ചെവി കേട്ടോ. വായില് അവന് വായിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ പറ്റത്തില്ലടാ. രാത്രിയൊക്കെ അല്ലേ അവന് വായിൽ എന്തെങ്കിലും ഇട്ടില്ലെങ്കിൽ പറ്റത്തില്ല. എന്താണ് പെട്ടത്? എന്താടാ വായു നിർന്ന് പെട്ടെന്ന് താഴോട്ട് വന്നത്? എന്താടാ എന്താ നീ പെട്ടെന്ന് നീ വായു നിർന്ന് താഴോട്ട് വന്നത്? അയ്യോ സോറി അത് അറിയാതാണ് നമ്മള് തല്ലി നമ്മൾ വയലൻസിന് നമുക്ക് താല്പര്യമില്ല ബ്രോ. ആ പറഞ്ഞോ എന്ത് ആ നിനക്ക് വയ്യെന്ന് എന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. എന്തിട്ടാ പ്രശ്നം എന്ന് പറഞ്ഞാ ഒന്ന് പ്രശ്നം എന്ന് പറഞ്ഞുതരും ബ്രോ. ഞാൻ ഇപ്പൊ സോൾവ് ചെയ്യാം. പ്രൊഡക്റ്റ് ഒക്കെ പറഞ്ഞുതരാം ബ്രോ. ഹലോ ബ്രോ എന്താണ് പ്രശ്നം? പറ. വണ്ടി തട്ടി എന്റെ ഞാനാണ് വണ്ടി ഓടിച്ചത്. പറ ബ്രോയ്ക്ക് എന്താണ് പ്രശ്നം? എന്താണ് ബ്രോയാണ് ചത്തേന്ന് അറിഞ്ഞൂടാ. ബ്രോ ആണ് ചത്തെങ്കിൽ വന്നിട്ട് മാനിട്ട് സംസാരിക്കല്ലോ. ബ്രോ എന്നെ ഇടിച്ചു ഒന്ന് ആദ്യം സംസാരിച്ചായിരുന്നു. എന്നോട് എപ്പോ സംസാരിച്ചു? അതാ ചോദിച്ചു, സംസാരിച്ചില്ലല്ലോ ബ്രോ. എന്നോടല്ല സംസാരിക്കേണ്ടത് ബ്രോ. അഴക്കായി കഴിഞ്ഞല്ലേ കേറി ബ്രോ. ഞാൻ പറട്ടെ വണ്ടി ആകുമ്പോ തട്ടുമുട്ടൊക്കെ ചെയ്യും ബ്രോ. ബ്രോ 10 മിനിറ്റ് ഒന്നും ചത്ത് കിടന്നില്ലല്ലോ, അപ്പൊ തന്നെ പൊങ്ങിയില്ലേ? പൊങ്ങിയല്ലോ. പിന്നെന്താ ഇതെണ്ണം? പിന്നെന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു ബ്രോ ശ്രദ്ധിച്ച് ഓടിക്കുന്നു പറഞ്ഞപ്പോ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു. ഓ ഒരു കാര്യം ഞാൻ വണ്ടി ഓടിക്കുമ്പോ നീ സ്റ്റിയറിംഗ് കടിച്ചു പിടിച്ചിരിക്കും. പോടാവുന്ന ഞാൻ എന്നെ തോന്നിയ രീതിയിൽ ഓടിക്കും. മനസ്സിലായോ? നീ ആരാ എന്നെ പഠിപ്പിക്കാനായിട്ട്? മനസ്സിലായോ? ഞാൻ തോന്നുന്ന രീതി ഓടിക്കും. ഇനി നാളെ സിറ്റിയിൽ എവിടെ നിന്നെ കണ്ടാൽ നിന്റെ നെഞ്ചത്തോടെ ഇനി ടയറിട്ട് ഓടിക്കുന്നുള്ളൂ. കൂടെ 1-2 പേരില്ല എന്ത് കൂടെ കുറെ പേരൊക്കെ ഉണ്ട്. മനസ്സിലായോ? നിന്നെ പോലെ ആരുമില്ലാത്തവനല്ല. മനസ്സിലായോ? ഒറ്റയ്ക്ക് നിന്നോട് സംസാരിക്കാൻ ഒരുത്തരുണ്ടോടാ? എന്നോട് ഉണ്ടാ? എന്നോട് എനിക്കേണ്ട എന്റെ അനിയന്മാരുണ്ടാ? എടാ ആടാ തൊട്ടു നോക്കണ നീ എന്നെ. നീ എന്നെ ഇവിടെ പേടിച്ചിട്ടോ? നീ എന്നെ തൊടാ? നീ എന്നെ ഒന്ന് ഇവിടെ വിളിച്ചാ കുമാർ മുമ്പിച്ചെന്നെ തൊട്ടു നോക്കണ നീ എന്ന്. മനസ്സിലായോ? എടാ നീ എന്നെ തൊട്. നീ എന്നെ ഇത്ര വേറെ ഫ്രണ്ട് വെച്ചാൽ പറയാം. തൊടറാ എന്നെ തൊട്ടു നോക്കണ നീ. തൊട്ടു നോക്കണ നീ. ആ ഞാനാ കൊന്ന ഗണ്ണോടൊക്കെ വെടി വെച്ചു അതിന്റെ ഇടയ്ക്ക്. ഇല്ലല്ലോ വെടിയൊന്നും വെച്ചില്ല. ഇടിച്ചു കൊന്നടാ ഈയടാ. വണ്ടി കേറി ഓർത്ത് വരട്ടെ. നിന്നെ കൈ പോലും വെക്കാത്ത എന്താ അറിയാ? മനസ്സിലാ
ഇവര് ഹോസ്റ്റേ എടുക്കണോ? വേണ്ടല്ലോ, വേണ്ട, വിട്ടുതരാം. ഇപ്പൊ ഇത് എല്ലാത്തിനും തൊട്ടവരെ പിടിച്ച് ഹോസ്റ്റേ വേണ്ട. നമുക്ക് ഇവനാണ് സാറേ ഇത് നമ്മുടെ ഔദാര്യം കേട്ടാ. അല്ലല്ല, നമ്മൾ കൊടുക്കുന്നേ നമ്മുടെ അവതാരത്തിലാണ് ഇവൻ ജീവിക്കേണ്ടത്. ഇവ ആലോചിക്കണം. ഇവ എടാ സാർക്ക് നിനക്ക് ഒരാൾ ഇതുപോലെ അവതാരം തരുവാണ്, ഞാൻ എപ്പോഴേ തൂക്കത്തില്ല. ഞാൻ പിന്നെ ജീവിക്കത്തില്ല. എടാ ഇനിയാണ് നീ നിന്റെ ലൈഫിലെ നാണം കെട്ട ജീവിതം അയ്യോ നിന്നോട് ആരും ഇല്ലാത്തോണ്ടാവണ അല്ലല്ല ഒറ്റ ഒറ്റ നീ ഗ്യാങ്ങിലുണ്ടോ? നീ ഗ്യാങ്ങിലുണ്ടോ? ഇത്ര ഗ്യാങ്ങിലുണ്ടോ? ഏത് ഗ്യാങ്ങിലാ? നീ ബെറ്റർ അവിടുന്ന് ഇറങ്ങിക്കോ. നിന്നെ തൊട്ടിട്ട് പോലും ഒരു പട്ടിക്കുഞ്ഞു പോലും വന്നില്ല, മനസ്സിലായോ? അപ്പൊ മനസ്സിലാക്കണം, നീ നിനക്ക് അവിടുത്തെ ഒരു പട്ടിയുടെ വില പോലും ഇല്ലെന്ന്. മനസ്സിലായടാ? നീ അവിടെ നിന്ന് മനസ്സിലാക്കിയോ? മനസ്സിലാക്കിയോ? എടാ പേടിച്ചിട്ട് എന്തിനാണ് ഞാൻ 10 പേരിട്ട് നടക്കുന്നേ? എടാ ഞാൻ ഒറ്റയ്ക്ക് ഇറക്കാൻ റെഡിയാണ്, മനസ്സിലായ? എന്റെ കൂടെ നടക്കുന്ന എന്റെ അന്യന്മാരാണ്, മനസ്സിലായ? നിന്റെ കൂടെ ഇപ്പൊ 10 പേര് വരാത്ത നമ്മുടെ കുഴപ്പമല്ലോടാ, നിന്റെ കൂടെ നടക്കാത്ത മനസ്സിലായില്ല. നിന്റെ കഴിവ് കേടാ, നീ ആദ്യം മനസ്സിലാക്കാം. ഒന്ന് കൈ വെക്കടാ, നമുക്ക് സംസാരിക്കാം. ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അക്സെപ്റ്റ് ചെയ്തോ? ഞാൻ പോയതല്ല പുള്ളിക്ക് ഹോസ്റ്റ് എടുക്കറിയാം. ഇതെങ്ങനെയാണ് മാറ്റുന്നത്? ഗ്യാങ്സ് റീലോഗ് ഉണ്ടോ? അതല്ല വെയിറ്റ് ഒറ്റ മിനിറ്റ് ആരുമിണ്ടല്ലേ? അവനോട് പോയി ഇല്ലടാ, വേറെ 2 വട്ടം റിഫ്രഷ് അടിച്ചു. എടാ ഒറ്റ മിനിറ്റ്. എടാ ഞാൻ എടാ BNB മോനെ, നീ പറഞ്ഞ നീ എന്തോ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന റോക്കി ബായ് എന്നല്ലേ പറഞ്ഞേ? റോക്കി ബായ് ചെയ്യുന്ന തൊഴിലാണോ ഇത്? എടാ ഹോസ്റ്റ് എടുക്കുമ്പോ റിഫ്രഷ് അടിക്കുന്ന റോക്കി ബായ് ചെയ്യുന്ന തൊഴിലാണോ? എടാ നിങ്ങൾ വേറെ വണ്ടി വേണം, വേറെ വണ്ടിയാ. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ് ഞാൻ അതാദ്യം മനസ്സിലാക്കി സംസാരിക്കും. ചുമ്മാ ഈ മാസം അടിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ പോണെന്ന്. നിന്റെ പേരെന്താ? അല്ല നിന്റെ പേരെന്ന് പറഞ്ഞേ? ഷാഗി. ഇത് ഷഡിയോ? ഷഡിക്കണോ? എന്താടാ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. നീ തെളിച്ചു പറ, നിന്റെ വായിൽ മനസ്സിലായോ? നിന്നെ ഹോസ്റ്റ് എടുത്തേക്കല്ലേ? ഓ ഇതല്ലാതെ തിരിച്ച് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റില്ലല്ലോ. എടാ ഇത് എവിടെ റീലോഗ് അടിക്കുന്നവടാ? നേരത്തെ ബഗ്ഗായതല്ലേ? ഇല്ലില്ല, അത് റീലോഗ് വെക്കണം. ഇത് റീലോഗ് വെക്കാൻ മാറും. അല്ല ഇവനെ കൊന്നു വിടണടാ, ഇവനെ ഓർത്ത് വിടണം. ഇവൻ ഇതടുത്ത് ദുഃഖിക്കണം, മനസ്സിലായോ? അപ്പം മിസ്റ്റർ റോക്കി ബായ് ഇത് എത്ര പേരെ കൊന്നു? പറ, മറ്റേ ഡയലോഗ് പറ. ഇന്നത്തെ ദിവസത്ത് കഴിഞ്ഞിട്ട് പറ, ഇത് എത്ര പേരെ കൊന്നു പറ. നിങ്ങൾ റോക്കി ബായ് അല്ലേ? മോൺസ്റ്റർ ഒറ്റയ്ക്ക് വന്നതല്ലേ? ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നു. നീ എടാ ഒരു വളി പോലും ഇടാനുള്ള ആവതില്ല നിനക്ക്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെന്ന് അവൻ വന്നേക്കുന്ന അവന്റെ
മനസ്സിലായി BNP കാർക്ക് എന്തേലും കിട്ടിയതല്ലേ? എടാ ഞാൻ പറയട്ടെ, നീ മാസം അടിക്കുന്നോളം കാലം മനസ്സിലായി നീ ഇവിടെ നിൽക്കേണ്ടി വരും. അത് നീ ആലോചിക്കേ. നിന്റെ മാസൊക്കെ അങ്ങ് മറ്റേ അങ്ങ് നറാച്ചിയില് മനസ്സിലായി നിന്റെ മാസൊക്കെ. അല്ല ഇതിന്റെ BNP പാൽക്കുപ്പിയോട് വരുമ്പോ ഉണ്ടല്ലോ അവന്മാരുടെ ഫ്രണ്ടിൽ കാണിക്കേ ഇതൊക്കെ. അപ്പൊ എങ്ങനെ മാസം ഉണ്ടെന്ന് പറഞ്ഞാൽ കുനിഞ്ഞിരുന്ന് നീ സ്വന്തം സാമാനം കടിക്കും. അപ്പൊ കുറച്ച് മാസം ബീജം ഇട്ട് വരാം. നിനക്കൊരു ബീജം ഇട്ട് വരാം. രാവണ പവന പതയിലിക്കട പവന അത്തക്കട പവന ഒലക കടവ. നീ ഓസ്ട്രേലിയാണ് മനസ്സിലായ? എടാ ഞാൻ പറയട്ടെ, എടാ എന്താ അങ്ങനെ പരിപാടി ഉണ്ടാവണോ? SRK TV അങ്ങനെ പരിപാടി ഉണ്ടാവുള്ളൂടാ. എന്തായാലും എന്റെ പേരെന്തായിരുന്നു? TV ഇങ്ങനെ കൗണ്ടർ അടിക്കുന്നതിന് പരിപാടി ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ ബ്രോ. ഇന്റർവ്യൂ ചെയ്ത് കൗണ്ടർ അടിക്കുന്ന പരിപാടിക്കല്ല നിന്നോടെ കൊണ്ടുവന്നേ. ഓസ്ട്രേലിയ പാനിച്ചട്ട് വിടറാ പന്ന. മനസ്സിലായില്ലേ? ഹലോ ദൈവം കാണുന്നുണ്ടെങ്കിൽ റീലോഗ് ബഗ്ഗാണേ. ഞാൻ പറട്ടെ അമ്മ റേഡിയോ കണ്ടു ചെയ്യുന്ന ഏതാ? 43. ഓക്കെ വെയിറ്റ് വരുന്നു. ഹലോ ബ്രോ, ഹലോ കേക്കാവോ? നിങ്ങളുടെ റോക്കി ബായി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. പുള്ളി ഇപ്പൊ കക്കൂസ് കഴിക്കാൻ പോവാണ്. ഇപ്പൊ ഇച്ചിരി ബിസിയാണ്. എന്ത് പറ്റി? നിങ്ങൾ എന്ത് പറ്റി വിളിച്ചത്? എന്ത് പറ്റി? പിന്നെല്ലാം നിങ്ങളുടെ റോക്കി ബായിക്ക് എന്ന് പറഞ്ഞാ മോൺസ്റ്റർ ആണ് പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒറ്റയ്ക്ക് നിന്ന് മനസ്സിലായോ ബാക്കിയുള്ളവരായിട്ട് എല്ലാവരായിട്ടും സംസാരിക്കണം, കൊണയടിക്കണം പുള്ളി എന്ന് വെച്ചിട്ട് പുള്ളിക്ക് 1v1 ആണ് പുള്ളിക്ക് വേണ്ടത്. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? പുള്ളി ഇപ്പൊ എന്ത് ചെയ്യുന്നു നോക്കട്ടെ. TV ഗ്യാങ്സിന്റെ പോച്ച വെട്ടിക്കൊണ്ടിരിക്കുന്നു ബ്രോ. അപ്പം നമുക്ക് ഇത് ഇപ്പൊ ഓസ്ട്രേലിയ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കോണ്ടാക്ട് ചെയ്താൽ പോരെ? കണ്ടീഷൻ ഒന്നുമില്ല ബ്രോ. ഇവനെ വെറുതെ വിട്ടേക്കാം ഒരു 10 മിനിറ്റ്. ഇവൻ മര്യാദയ്ക്ക് ഫിയർ കാണിക്കുകയാണെങ്കിൽ ഇവനെ വെറുതെ വിട്ടേക്കാം. നിങ്ങളുടെ കൂടെ ഉള്ളവൻ്റെ അടുത്ത് അറ്റ്ലീസ്റ്റ് ഫിയർ കാണിക്കാനും പറയണമായിരുന്നു. ഇവന് ഫിയർ അല്ല. ഇവൻ കുറെ നേരം നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് 5 മിനിറ്റ് ആയി. ബ്രോ എടാ മോനെ ഷഡ്ഡി എടാ റോക്കി 43 റേഡിയോട്ടൊന്ന് കയറിയാ റോക്കി. അവൻ്റെ പറഞ്ഞിട്ടുണ്ടോ? കണ്ണാപ്പി ഒരു മിനിറ്റ് വെയിറ്റ് നോക്കട്ടെ. നീ ഞാൻ ഇടുന്നതിനാ കേറാൻ പറ്റുമോ? കണ്ണാപ്പിയല്ലോ. ഒന്ന് റീലോഗ് എവിടേക്കാണ് ഓടി പോണേ? സൂപ്പർ. താരി വന്ന് തല്ലിയത് വഴിന്ന് പോയ ഇരണങ്ങട്ടടിയല്ല എനിക്ക് തന്നെ. ഹലോ കേക്കാവോ? ഹലോ ബ്രോ നിങ്ങളെ ബ്രോ ഷാഗിയുടെ അടുത്ത് ഇത് നിങ്ങളുടെ റോക്കി ബായുടെ അടുത്ത് മെസ്സ് അടിക്കാതെ മര്യാദയ്ക്ക് ഹോസ്റ്റായിട്ട് നിൽക്കാൻ പറ. ഇല്ലെങ്കിൽ അവൻ ഇവിടെ നിൽക്കും. ഇവിടെ നിൽക്കും 30 മിനിറ്റ് ഇവിടെ നിൽക്കും. അവനെ കൊന്നേ വിടത്തുള്ളൂ. ഇപ്പൊ ആണെ കൊന്നും വിടത്തില്ല. എന്താന്ന് ചോച്ചി എന്താ? ഹലോ കൂടുള്ളവനെ പറഞ്ഞു വിടറാടാ. എന്താടാ ഇത് മോനെ റോക്കി മാമന്റെ ആ പോച്ച എത്തിയേ റോക്കി പൈപ്പ് വിട്ടേ. നീ റേഡിയോ ഡ്രോപ്പ് ചെയ്തോ?
ആ മൊബൈലാ അണ്ണാ സോറി അതൊന്നും എടുക്കാനില്ലാത്ത കുടുംബത്തിലുള്ള കൊടുത്തരും ഇഎൻവിയുടെ ഫുൾ ഫോം നീ ഇന്ന് ഇവിടെ ഗ്യാങ്ങോസി ഒന്ന് കാണിച്ചു തന്നപ്പോ മനസ്സിലായി. വലിയ വീട്ടിൽ മനസ്സിലായിരുന്നത് അന്ന് ഇന്ന് നീ വിട്ടപ്പോ മനസ്സിലായിട്ടാ. വേട്ടാവളിയം പറയട്ടാ എ ക്ലാസ്. നീ ഇന്നിപ്പം ഇപ്പൊ ഇവിടെ ഒന്ന് കാണിച്ചതല്ല അത്. അതെന്റെ കയ്യിലുണ്ട്. എന്റെ പ്രോപ്പർ സിറ്റുവേഷൻ മാനുമായിട്ടുള്ള സിറ്റുവേഷൻ അല്ലായിരുന്നു അവന്റെ പ്രൊഡക്ഷൻ. ഇത് അവന്റെ പ്രൊഡക്ടിവിറ്റി അറിയണമെന്ന്. ഞാൻ വണ്ടി കറക്റ്റ് ഓടിക്കുകയും വേണം. പിള്ളേർ എൻജോയ് ചെയ്യട്ടെ. നമുക്ക് ഗിരി റോൾ ഇല്ലല്ലോ ഇതിന്. സ്വന്തമായിട്ട് ഒന്നും ഇല്ലല്ലേ ഇപ്പൊ എനിക്കിപ്പോ ഇല്ല എന്റെ കയ്യിലില്ല. സറണ്ടർ അടിച്ചിരുന്നോ മുട്ടയിരുന്നോ ഹെൽമെറ്റ് എടാ നിങ്ങള് ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരാളാലും വന്നില്ല കേസ്. നമ്മളത് പ്രോപ്പറായിട്ട് എടുക്കും. മനസ്സിലായോ? മിസ്റ്റേക്ക് നോക്കുകയാണെന്ന് ആലോചിച്ചേ. നമ്മളെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഒരു മിസ്റ്റേക്ക് പറ. കണ്ണന്റെ സൈഡിൽ ഒരു മിസ്റ്റേക്ക് പറ. ഇതിലോട്ടൊക്കെ ഇനി എന്താ ഇനി എന്താ നമ്മൾ പറയും. അത് ഉണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ഇനി മിണ്ടി കഴിഞ്ഞാ ഇവിടെ ഇഷ ഞാൻ കക്കൂസ് തൊട്ട് കഴിയേണ്ടി വരും. ഇപ്പൊ നിന്നെ കക്കൂസ് കഴിക്കാൻ ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല. ഇനി നീ ഇവിടെ നിന്ന് ബസ് അടിച്ച് റോക്കി ബായ് കളിക്കാനാണെങ്കിൽ KGF 3 ഷൂട്ടും കഴിഞ്ഞ് KGF 3 റോക്കി ബായ് മരിക്കുന്ന സീനിലെ കാണിക്കുന്നേ. ഇല്ല നമ്മൾ ചോദിക്കുന്നതിന് മാത്രം നിന്റെ തറുതല ഇവിടെ വേണ്ട. മനസ്സിലായ? അതൊക്കെ നിന്റെ മറ്റേ VNV വളിവീട്ടി കുടുംബത്തി. മനസ്സിലായ? നിന്റെ വളിവീട്ടി കുടുംബത്തി മതി. ഇത് ആ ബസ്സൊക്കെ ഇവിടെ വേണ്ട. നീ പറയേണ്ട പറയണ്ട മനസ്സിലായ? പറയണത് കേട്ടാ മതി. മനസ്സിലായ? അബദ്ധ വെച്ചാ വെടി പോവും. ഹലോ കേക്കാവോ? ജുഗ്രു എന്താടാ ജുഗ്രുവേ ഓടറാ കൊട്. നിനക്ക് എന്താ കണ്ടുകൊണ്ടോ ഹോസ്റ്റേജ്? അവനടാ ഭായ് ഹോസ്റ്റേജ്. കണ്ണാപ്പിയാണ് കൊടുക്കേണ്ടത്. ആ എന്ത് എടാ നിനക്കെന്താ മുട്ടി ഇത്ര ബുദ്ധിമുട്ടാണ്? എണീറ്റ് നിന്നാണ് പണിയെല്ലാം. മുട്ടിയിരടാ നീയായിട്ടല്ലേ സംസാരം ഉണ്ടായത്. അപ്പൊ നീ ജുഗ്രു പ്രൊഡക്ഷന്റെ കേസൊക്കെ ചോദിക്കണ്ടേ? പ്രൊഡക്ടിവിറ്റി എന്താണ്? പ്രൊഡക്ഷൻ അതൊന്നും അത് ഞാൻ കേട്ടില്ല. ഞാൻ ഇല്ലായിരുന്നല്ലോ. പറഞ്ഞു. ആഹാ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നീ കാണിക്കുന്ന ഓരോ മാസിനും ഇവിടെ നിൽക്കും. നിന്റെ ജീവിതം ഇനി ഇവിടെ ആണ്. എല്ലാത്തിന്റെ അടുത്ത് കിടക്കുമ്പോ പലതും ഇവിടെ. മനസ്സിലായോ? ആ ഒരാൾക്കൊരു തെറ്റിട്ട് കഴിഞ്ഞാൽ സ്പോട്ടി മാറ്റുമല്ലോടാ. നീ അത് വെച്ച് ഇങ്ങനെ കുറച്ചേരം നിന്നല്ലോ. എന്താ ഫ്രെയിം വേണമായിരുന്നോ നിനക്ക്? എടാ ഷഡ്ഡി റോക്കി ബ്രോ എന്റെ ഒരു കണ്ണാബി ബ്രോ. എന്തായാലും കൗണ്ടർ അടിയടാ. റോക്കി കൗണ്ടർ അടി. നല്ല ഈഗോ ഉണ്ടല്ലേ? നല്ല ഈഗോ ഉണ്ട്. കാരണടാ സംഭവം നമ്മളെ അടിക്കോ? പട്ടിക്കിടുന്ന പേരിലാണ് ഇപ്പൊ കിട്ടിയേക്കുന്നത് റോക്കി. അതല്ലടാ പട്ടിക്കിടുന്ന പേരിൽ അവന് കിട്ടിയേക്കുന്നത് ഇപ്പൊ റോക്കി. ഈഗോ വരായിരിക്കും അവനിപ്പം. റോക്കി അല്ല ഇങ്ങനെ ഹോസ്റ്റൽ അനുസരിക്കണ്ടോ? എന്നിട്ടാണ് 10 പേരുടെ മുമ്പിൽ നിന്ന് മാസ് അടിച്ച് ഡയലോഗ്. ആരാ കയ്യിലാരാ? ഗ്യാങ് മെമ്പറാ? കൂടെ പഠിച്ചാണ്. പ്ലക്കി നടക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ
കറക്റ്റ് നിങ്ങള് ട്വിൻസ് പോലെ ഉണ്ട് കേട്ടോ, ട്വിൻസ് പോലെ ഉണ്ട് കേട്ടോ. ഫുഡും വെള്ളം എവിടാടാ? എടാ മറ്റേ ഇത് സ്റ്റേ അങ്ങനത്തെ ഒന്നും പറയലടാ, മറ്റേ ക്യാരക്ടർ ഇതാണ്. റേഡിയോ പറയണല്ലേ എടാ, സ്റ്റേ അങ്ങനത്തെ ഒന്നും പറയല്ലേ, അത് ക്യാരക്ടർ ഡൗൺ റേഡിങ് അങ്ങനത്തെ ഒരു സാധനം, അതൊന്നും പറയല്ലേ, പട്ടിയാക്കുന്ന കണക്ക്. നിനക്കത് നിനക്ക് മേളില് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവോ? പറഞ്ഞുതരാം എനിക്ക് വായിക്കാം, എനിക്ക് വായിക്കാൻ അറിയാം, എനിക്ക് വായിക്കാം. ഒന്ന് വായിച്ച് കേക്കട്ടെ. അത് വായിച്ചേ. പോയില്ല, പോയിട്ടില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അവന് നേരത്തെ പോ. റോക്കി ഭായ് സ്വർണ്ണ കട്ടകളി മരിച്ചു, നീന്ന് സ്വർണ്ണ തീട്ടത്തി മരിക്കും. നീന്ന് മഞ്ഞ തീട്ടത്തി മരിക്കും, നീന്ന് കടലി. ഏതാ ഇവൻ ഈ കൊണ കൊണ്ടാണ് ഇവന് ഹോസ്റ്റ് എടുത്തോണ്ട് വന്നത്. എടാ അതല്ല, എടാ അത്രയും എടാ നിനക്കൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് ഡിഫറൻസ് നമ്മൾ തമ്മിലുള്ള മനസ്സിലായോ? നിന്നെ അവിടെ വെച്ച് നിന്റെ അടുത്ത് സംസാരിച്ചപ്പം മാന്യമായിട്ട് ആദ്യം സംസാരിച്ച്, മനസ്സിലായോ? ആര്? നമ്മള് വളരെ മാന്യമായിട്ട്, മനസ്സിലായ? രണ്ടാമത് നിന്നെ റിവൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിനക്ക് പറഞ്ഞിട്ട് പോവായിരുന്നു, മനസ്സിലായ? എന്നിട്ടും അല്ല, പറയണേക്ക് നിന്റെ സംസാരത്തിനാണ് തിരിച്ചങ്ങനെ മറുപടി വന്നത്, മനസ്സിലായ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ നീ പറയുന്ന കേൾക്കാനാ നമ്മള് കൊണ്ടുവന്നേക്കുന്നത്. രണ്ടാമത് വീണ്ടും എണീറ്റ് വന്ന് മാസം അടിച്ചതിനാണ് പിടിക്കുന്നത്, മനസ്സിലായ? വിഷമമുണ്ട്, അവന് വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. പുറത്ത് കാണിക്കരുത്. 10 പേരോട്ട് അടിക്കാൻ വരത്തില്ലെന്നൊക്കെ. ഇനി 10 പേരോട്ട് ഇതിന്റെ 7 അയലത്തങ്ങനെ കണ്ടു കഴിഞ്ഞാല, മനസ്സിലായ? അപ്പം എടാ പിന്നെ പേര് ഹലോ ബ്രോ, ഹലോ കേക്കോ? ഹലോ, എടാ നീ നേരത്തെ മുതുക്കിന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ, ഞാൻ ഒറ്റയ്ക്ക എന്നെ ഈ ടോണിലല്ലായിരിക്കും. ഈ ടോണൊക്കെ നമ്മള് പറയാം, നീ മിണ്ടരുത്, നീ പറയരുത് ബ്രോ. ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ ടോൺ പറഞ്ഞുതരാം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു ബ്രോ, നിങ്ങൾ ഇത്രയും പോലെ നിന്നെ പോലെ ആളെ വിളിച്ചു വരേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ നിന്നെ ഇപ്പോൾ ഹോസ്റ്റേ ആക്കി വെളിയിൽ വിടും. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒറ്റയ്ക്ക് വന്ന് നമ്മളെ അടിക്കണം. ഇത്ര പേരെ നീ ആളെ വിളിച്ചോണ്ട് വരത്തില്ലല്ലോ, അത് നീ ഒറ്റയ്ക്ക് വരണോ? എന്താ പറ്റൂടാ? പറ്റുമോ? നീ മുതുക്കി പറഞ്ഞ വാക്കതാണ്. ഒറ്റയ്ക്ക് പാടാ, ഒറ്റയ്ക്ക് വഴി വിട്ട് വന്നവനാടാ നമ്മളെല്ലായിടത്തും എല്ലാരുമായിട്ടല്ലല്ലോ പോണേ. നീ അവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര തെറ്റാണ്. എന്ത് എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല? അത് ഞാനൊരു പറയട്ടെ. ഇപ്പൊ ഒരു 6 കളിക്കാൻ പോകുമ്പോ 5 പേര് 6 പേരായിട്ടല്ലല്ലോ പോണം, അത്രേ ഉള്ളൂ. ഓരോ സാഹചര്യത്തിലും. അപ്പൊ അത് നീ പറയേണ്ട ആവശ്യം എന്താ? അപ്പൊ നീ അത് അവിടെ സ്റ്റേറ്റ്മെന്റ് പറയേണ്ട ആവശ്യം എന്താ? 5 പേരെ കൊണ്ട് നമ്മൾ ഒരുമിച്ച് വന്നപ്പോ എന്തിനാ പേടിയാണോ ചോദിച്ചത്? ഒറ്റയ്ക്ക് വരെ എന്തുവാ ഉത്തരം പറയണ്ടേ ഇതിന്? അതിന് കൂടെ ഗ്യാങ്ങിനോട് നീ ഗ്യാങ് ആണോ? അപ്പൊ ഞങ്ങളും ഗ്യാങ്ങാ. അപ്പൊ ഞങ്ങളെ കൂടെ ആൾക്കാർ കൂടെ നടക്കും. നിന്റെ ഗ്യാങ് ആയിട്ട് നിന്റെ കൂടെ ആൾക്കാരില്ലെങ്കിൽ അത് നിന്റെ ഗ്യാങ്ങിന്റെ കഴിവ്, നിന്റെ കഴിവ്. മനസ്സിലായോ മൊണ്ണേ? മനസ്സിലായ? ഞാനെത്തോട്ട് നടക്കണോന്ന് പറഞ്ഞതാ. ഇതിപ്പോ എങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും? നമുക്ക് ഇവന്റെ ബുദ്ധിയിലോട്ട് ഇറങ്ങാനും പറ്റത്തില്ല, അത്ര തരം താഴ്ന്ന ബുദ്ധി അവന്റെ. ഞാൻ ഇത്ര പറയുന്നുള്ളൂ. എടാ കുട്ടാ, ഇത്രേ ഉള്ളു. നീ ഒറ്റയ്ക്കാ നിക്കുന്നേ. നിന്റെ അടുത്ത് 5 പേര് വന്ന് സംസാരിക്കുക, അല്ലെ കൊണയാവുമ്പത്തേക്ക് നീ ഒറ്റയ്ക്ക് സംസാരിക്കാതെ അവോയ്ഡ് ചെയ്ത് പോണം. കാരണം അവിടെ നിന്ന് പറഞ്ഞാൽ 5 പേർക്കാണ് അവിടെ പവർ. നിന്നെ ഒന്നേ മറ്റേ നാവുബലം കൊണ്ട് അടിച്ചിടുകയും ചെയ്യും, അതുപോലെ തന്നെ ഇതുപോലെ അടിച്ചിട്ട് ഇതുപോലെ ഇവിടെ അടുത്ത് കൊണ്ടുപോയി ചേരുകയും ചെയ്യും. എന്റെ അടുത്ത് ഒരു 5 പേര് സംസാരിക്കാൻ വരുവാണെങ്കിൽ മനസ്സിലായി, ഞാൻ മനസ്സടിച്ചു, ഓടാ ഞാൻ കർണനാ റോക്കിയാ
ഒറ്റയ്ക്ക് മോൺസ്റ്ററാ ഇതൊന്നും പറഞ്ഞ് ഞാൻ നിൽക്കത്തില്ല. ഞാൻ അവരുടെ അടുത്ത് മാനിട്ട് സംസാരിക്കും. അല്ലെങ്കിൽ റേഡിയോ എടുത്തൊരു ബാക്കപ്പ് കോളെല്ലാം കൊടുക്കണം. കാരണം നിനക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, നീ ബാക്കപ്പ് വിളിച്ചാലും ഒരു പട്ടിയും വരാൻ പോകുന്നില്ലെന്ന്. അതായിരുന്നു നീ അവിടെ നിന്ന് കൊണ്ടടിച്ചത്. അതുപോലെ തന്നെ എന്തൊരു കഷ്ടമാണ്. ലീഡറിനെ പറഞ്ഞില്ലേ, അവൻ ഒരു പാവം പിടിച്ചാണ്. എനിക്ക് അവനെ അറിയാന്നേ, ഒരു പാവം പിടിച്ചാണ്. അവനെ ഒന്നും പറയല്ലേ, ഞാൻ അതാണ് ലീഡറിനെ പറയാത്തത്. അവൻ സിറ്റി പോലും ഇല്ലായിരിക്കും, ചുമ്മാ അവനെ കിടന്ന് പറയല്ലേ. ഇവ ഓസ്റ്റേജ് ആണോടാ? ഇവ ഓസ്റ്റേജ്, ഇവ ആരാടാ ഇവൻ? ഇത് മിണ്ടാനും പറയും, ഇനി മിണ്ടുന്നില്ല കേട്ടോ. ഇവന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് മെസ്സാന്നാടാ ഇവ അടിക്കുന്നത്. എന്തിനാണോന്ന് വെച്ചോ, ഇതിപ്പോ എപ്പോഴും ഇവന്റെ ടൈം തുടങ്ങുന്നേ നോക്ക്. ഇവന്റെ ടൈം ഇവന്റെ കുണം വെച്ചിട്ട് തുടങ്ങി പോലും കാണത്തില്ല. ഇവന്റെ ടൈം വെച്ചിട്ട് നീ ഫിയർ കാണിക്കുമ്പോഴാണ് നിന്റെ ടൈം തുടങ്ങുന്നത്. അത് നീ ആലോചിച്ചോ. നീ ഫിയർ കാണിക്കുമ്പോഴാണ് അപ്പ തൊട്ടാണ് നിന്റെ ടൈം തുടങ്ങുന്നത്. നീ അങ്ങനെയാണെങ്കിൽ 2 വർഷം ഇവിടെ ഇരിക്കേണ്ടി വരും. നിനക്ക് പിന്നെ ഗ്യാങ്ങിലൊന്നും കളിക്കാൻ പറ്റൂല. നീ ഇവിടെ ഇരിക്കും മോസ്റ്റ്ലി ആയിട്ട് ദിവസവും. കൊരുത്തോടാ നിങ്ങളൊക്കെ അനങ്ങാൻ തയ്ക്കുന്നേ. പറഞ്ഞോട്ടെ, ഫിയർ ഉണ്ട്. ഇല്ല, എനിക്ക് ഫിയർ. എടാ ഇവൻ ആക്കുവാടാ, മനസ്സിലായി? ഇവന്റെ ആക്കുവാ. കൊടുക്കടാ വട്ടത്തിന്. ഇവനെ വെറുപ്പിക്കാം. അല്ലല്ലല്ല, ഇവ ആക്കുന്നല്ലേ, നമുക്ക് തിരിച്ചു പിന്നിട്ടൊക്കെ വെറുപ്പിക്കാം. എടാ വട്ടത്തി എല്ലാം കൂടെ ഇട്ട് പറ. വട്ടത്തി എടാ സാർക്ക് എല്ലാം കൂടെ വട്ടത്തി ഇട്ട് പറ. തെറി വിളിക്കാത്ത രീതിയിൽ ഇണ്ടാ വട്ടത്തി പറ. എടാ കണ്ടി KGF-ലുള്ള എല്ലാരും മിസ് ചെയ്തൊരു സീനുണ്ട്. എന്താ അറിയാവോ? റോക്കി ബൈ കക്കൂസ് എഴുന്നൊരു സീൻ. മനസ്സിലായോ? അത് നമ്മളിപ്പോ കാണിച്ചു കൊടുക്കാം കേട്ടോടാ. കണ്ടി എടാ നിനക്ക് പിന്നെ വായിൽ എന്തേലും ഇരിക്കാൻ പറ്റത്തില്ലല്ലേ? അത് ശീലമായിപ്പോടാ. വായിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ആരെങ്കിലും തരണം, അല്ലെങ്കിൽ എന്തെങ്കിലും. അല്ല വലുതായിട്ട് വേറെ എന്തെങ്കിലും വേണോ? മുട്ടായിയോ പഴമോ അങ്ങനെ വേണോ? ഇവിടെ ഉണ്ട്, അല്ലേ എല്ലാം ഉണ്ട്. വേറെ എന്തെങ്കിലും വേണോടാ? ഇല്ലല്ലേ, ഞങ്ങൾ എന്തിനാണ് കഴിക്കുന്നത്? നിനക്ക് വേണോന്നല്ലേ ചോദിച്ചത്. വേണമെന്നുണ്ടെങ്കിൽ വേണ്ട, നിനക്ക് വേണോന്ന് വെച്ചാ വേണ്ട. മനസ്സിലായോ? അത് പറഞ്ഞാ കുടിച്ചോ പറയണ്ട. പിന്നെ ഗ്യാങ്ങിൽ ആരൊക്കെ ഉണ്ട്? എല്ലാവർക്കും സുഖമൊക്കെ ആണോ? ആ ഓക്കെ. ഇപ്പം നിന്നെ പോലെ ഈ സ്വഭാവമുള്ള എത്ര കണ്ടികൾ ഉണ്ടാക്കിയെങ്കില്? എന്തായിരുന്നു വളി വീട്ടിൽ നിന്നല്ലേ? അത് അവരുടെ ഗ്യാങ്ങിന്റെ സ്പെഷ്യാലിറ്റി ആണ്. അവര് പറഞ്ഞില്ലേ? നീ കേട്ടില്ലേ? നീ അത് കേട്ടില്ലേ? അവന് വായിലൊന്നും ഇല്ല പറ്റത്തില്ല. അത് അവൻ പറഞ്ഞോ, വായിലൊന്നും ഇല്ല പറ്റത്തില്ല. പഴമെല്ലാം വേണോടാ? കുറച്ചുമ്പേ വായി 5 ബുള്ളറ്റും ഉണ്ടായിരുന്നു. ചിരിക്കുമ്പോ ബുള്ളറ്റ് ആയിരുന്നു കാണുന്നത്. ഹലോ ആ കണ്ണാപ്പിയാണ്. കണ്ടേ നീയേ? ഞാൻ ഒന്നും പറയല്ല, ഞാൻ സിറ്റുവേഷനിൽ വിളിക്കാം. എന്തൊരു അവനെന്ത് പറ്റിയടാ? പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഇമോട്ട് കൈ കിട്ടി. ഓ അങ്ങനെ പാസ്സായല്ലേ അവൻ? പാസ്സായല്ലേ? എന്താ നിന്റെ സാമാനം ഞാൻ നോ കീബോർഡിലോട്ട്. അവന്റെ ഇമോട്ട് ഫേവറേറ്റ് എന്താടാ? ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നീ പറയുന്ന കൂടെ ആലോചിക്കട്ടെ. ഏടാ നീ ഇതൊക്കെ ബാബാ കക്കുസേന ബാബാ അതൊരു ബാബാ റോക്കി വാ കക്കുസേന ബാബാ ഹലോ പറഞ്ഞോ. ഫിറോസിനെ വേണ്ട, നീ പുള്ളിയെ പിടിച്ചു വെച്ചോ. ഫിറോസിന് വേണ്ട. വേണ്ട. എന്തിന്
അല്ല ബ്രോ വിളിക്കല്ലേ ബ്രോ, സിറ്റുവേഷനിലാണ് കേട്ടോ. ഞാൻ നല്ല വിളിച്ച് ഞാൻ 10 കുടുംബത്തിൽ ഞാൻ വെച്ച് വിളിക്കും കേട്ടോ, 10 കുടുംബത്തിൽ ഇതിന്റെ. ശരി ശരി ശരി. ഹലോ ബ്രോ. പറഞ്ഞോ. ഹലോ ഫിറോസ്ഖാൻ. വേണ്ട. എങ്ങോട്ടാ? എടാ നിന്റെ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? ഒരാള് അടുത്ത് വന്നിട്ട് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് പറഞ്ഞാ നിന്റെ കണ്ണിന് പ്രശ്നമുണ്ടോടാ മൊണ്ണെ? നിന്റെ മുമ്പ് ഇത്രയും പേര് പോകുന്നതിനെ കാണാൻ പറ്റിയേ? ഞാൻ കണ്ടില്ല, ഞാൻ അങ്ങോട്ട് പോയി. നടക്ക നേരെ നടന്നേ. വലിയ സിറ്റിയിലെ ഞാൻ പറഞ്ഞിട്ട് കേറുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എടാ നിന്റെ അച്ഛന്റെ അണ്ടി ഫിറോസിന്റെ പോണ പന്ന. അല്ല ബ്രോ കേറിയോ. ആ ബ്രോ അത് വേറെ കോൾ അത് കോൾ വന്നു. അല്ല ബ്രോ കേക്കാവോ? ഞാൻ ഒന്നും പറഞ്ഞില്ല കൂടുതലാണ്. അല്ലല്ല ബ്രോ എടുത്തല്ല ഞാൻ കോൾ ബ്രോ. ഞാൻ പറയട്ടെ, കേറുന്നതിനും ഇതുണ്ട്. നല്ല ഐശ്വര്യമുള്ള കക്കൂസ. ഇത് കഴിയുവന്മാരെല്ലാം ഫേമസാ, വന്നവന്മാരെല്ലാരും ഫേമസാ. വിൻസെന്റ് എല്ലാരും ഫേമസാ. കേറിക്കോ. വലതുകാലം ചേർ. അതോടെ വരടാ. ലേറ്റൻസി ഇഷ്യൂ ഉണ്ടോ? ഒരുത്തൻ വന്ന് സിറ്റിയില് ഒരു ഗ്യാങ് ഹൗസിന്റെ കക്കൂസ് കഴിയുക പറഞ്ഞാൽ അതിലും വലിയ തീട്ട പരിപാടി അറിയില്ലല്ലേ. ഓ ഫ്ലഷ് പോലും അടിച്ചില്ലേ? സോറി. ലാസ്റ്റ് ഒരു അമ്പി ഒന്ന് കഴിക്കുന്നത്. ഓക്കെ ഫ്ലഷ് പോലും അടിച്ചില്ലല്ലോ. കഴിട്ടോ കുഴിച്ച് കഴിട്ടോ. ഇരി അവിടെ തുടങ്ങിയോ പരിപാടി തുടങ്ങിട്ടാ. അങ്ങനല്ല. അയ്യോ അങ്ങനല്ല. രണ്ടാമത്തെ ക്ലീൻ അതല്ല ക്ലീൻ ടു മറ്റേ ക്ലീൻ. ഒന്നും അറിയാത്ത പോലെ നീ അടിക്കല്ലേ ഷഡ്ഡി. എടാ റോക്കി, എടാ ഒരു താടി കൂടെ ഉണ്ടായിരുന്നു. കറക്റ്റ് റോക്കി ബായ് ആണ് കേട്ടോ. നീ കുഴപ്പമില്ല. റോക്കി ബായുടെ ചെറുപ്പക്കാരാ. എടാ നീ ഇതിനു മുമ്പേ എക്സ്പീരിയൻസ് ഉണ്ടോടാ? പിന്നെ നമ്മുടെ മറ്റേ സാർ അയൽക്കൂട്ടത്തിലെ ഇവനെ ഓക്കെ അല്ലേ? പാവയില്ലെങ്കിൽ അവന് പറ്റത്തില്ലല്ലോ. അതെങ്കിലും വേണ്ടേ ബ്രോ? ഭംഗിയായിട്ട് ഷാഗി എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഷെയർ ചെയ്യാം, ഓരോന്നൊക്കെ ഷെയർ ചെയ്യാം. എങ്ങനെയുണ്ട് ആ ഒരു ഫീലൊക്കെ? സംസാരിക്കാം. നീ ഇപ്പൊ സംസാരിച്ചോ? നമ്മൾ പറയുമ്പോ സംസാരിക്കാം. ഇല്ല ഇവിടെ നമ്മുടെ ഗ്യാങ്സിലെ പട്ടി തൂർന്ന ആക്കൂസ. പട്ടിക്ക് ഫ്ലഷ് അടിക്കാൻ അറിഞ്ഞൂടല്ലോടാ. നമ്മുടെ പട്ടി ഡോഗ്സിനെ വളർത്താറുണ്ട്. പക്ഷെ നിങ്ങൾ മറ്റേ റിയൽ പട്ടിയല്ലേ വളർത്താറുത്? നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ കുറെ എണ്ണം, നീ ഉൾപ്പെടെ. നീ മെസ്സ് അടിക്കുന്ന ഓരോ മെസ്സിലും നിന്റെ നമുക്ക് തരാം. നീ തുടക്കടാ. നീ തുടക്കേ. എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? കണ്ടറിഞ്ഞൂടെ? അപ്പൊ മറ്റേ ആദ്യത്തെയാണത്. അപ്പം കഴുകുന്നത് മറ്റേ ഈ സംസാരത്തിൽ അവൻ ഐഡിയ പുതിയ ഐഡി. വേണ്ട അത് വിടാ. നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം നമുക്കില്ല ചേട്ടാ. നീ ഏതാ കേട്ടാ മതി, അതിന് തിരിച്ച് കൗണ്ടർ പറയണ്ട. ഹലോ, പിന്നെ നിനക്ക് ഇത് കണ്ടിട്ട് ഇത് നമ്മള് വീഡിയോ ഒന്ന് എടുത്ത് നമുക്ക് മറ്റേ പുള്ളിക്ക് അയച്ചു കൊടുത്ത്. നിനക്ക് പ്രൊമോഷൻ ഉണ്ട് കേട്ടോ, കൊളാബ്. ഹാർപ്പിക്കായിട്ടായിരിക്കും. അബ്ബാസ് വരും കേട്ടോ കൂടെ. ഹാർപ്പിക്കിന്റെ കൊളാബാണ് എനിക്ക് കിട്ടിയത്. അപ്പം വെൽക്കം. പിന്നെ പൈസ ഒന്നും ഇല്ല, കഴുകി കൊടുക്കുക. കഴുകി കൊടുത്താൽ 250 രൂപ വരും. പിന്നെ ഒരു ക്ലോസറ്റ് ഫ്രീ. നിന്റെ ഗ്യാങ് ഹൗസിൽ കൊണ്ടുവരണം വെക്കാം. എന്തൊരു ഗതികേടൊക്കെയാണ് മുതുക്കി മര്യാദക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരാളുടെ ഉയർച്ചയും താഴ്ചയൊക്കെ പെട്ടെന്നായിരിക്കും. സ്വന്തം വീട്ടിലെ അല്ലല്ല, ഇങ്ങനെ പുറപ്പെട്ട് കാണിക്കുമ്പോഴേ ബാക്കിയുള്ളവർ കൊണ്ട് ഇങ്ങനെ കഴിക്കത്തില്ലോ. ആ എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണോ ബ്രോ? ഉണ്ടാവും. എന്തായിരുന്നു അവന്റെ പേര്? റോക്കി. നിന്റെ പേരെന്തായിരുന്നു? മാത്രാണോടാ? വേറെ ഇതൊന്നുമില്ല? വെള്ളി എന്താ
ഷാഗി മെയിൻ ഷാഗി മെയിനോ? എന്താ മെയിൻ മെയിൻ ഓ എന്താണ് മൈ? ഓ മെയിനോ? പിന്നെ എടാ ഞാൻ പറയട്ടെ, ഇപ്പൊ പേര് കറക്റ്റായി. ഇപ്പൊ പേര് കറക്റ്റായി. മെയിൻ കക്കൂസ് മെയിൻ കറക്റ്റ് എക്സാക്ട്. അറിഞ്ഞിട്ട് വരാൻ കേട്ടാ. എന്തൊരു ജീവിതമാണോ നിന്റത്? ലക്ഷറി കക്കൂസ് കഴുകുന്നു, എന്തൊക്കെ ജീവിതമാണിത്. ഇനി 3 മിനിറ്റ് കൂടെ ഉള്ളത്. അയ്യോ ൂടെ ഉള്ളത്. അല്ലല്ല നമ്മള് നിന്നെ എന്തിനാ ഗ്യാങ്ങിന് എടുത്തേ? കക്കൂസ് ഗിവ് അവേ എടുത്താണോ നിന്നെ? അല്ലല്ല വിജയ എങ്ങനെ 21 ആകുമ്പോഴത്തേനും ഇറക്കി വിടാടാ. അതോ ഇങ്ങനെ കുടിച്ചപ്പോ ഞാൻ വരട്ടെ. എടാ ദൈവത്തെ വിളിച്ചു ചോദിക്കടാ. ദൈവത്തെ വിളിച്ചു ചോദിക്കും. ദൈവത്തെ വിളിച്ചു ചോദിക്കാം എത്ര മിനിറ്റ് അല്ല ഇവനെ കത്തിക്കണം. ഇവനങ്ങ് പോട്ടാ. ഇവനെ ഓടിപ്പോട്ടെ. ഇവ ആ തീട്ട കറകളൊന്നും അമ്മാരുടെ ചെല്ലണം. മനസ്സിലായ? അവനെ ഇറങ്ങിക്കൊണ്ടോ. ഓ എന്തോ ദൈവം എത്ര മിനിറ്റ് കൂടെ ഉണ്ട്? 3 മിനിറ്റ് കൂടെ ഉള്ളൂ. ഓക്കെ. അതെന്താ അങ്ങനെ? മറ്റേ ഇതിപ്പം ഫിയർ കാണിക്കുന്നല്ലേ? എങ്ങനെയാണ് ഇപ്പൊ അത്? അതില് നമ്മളിപ്പോ കറന്റ് ആള് കുഴപ്പമില്ലാത്ത രീതിക്ക് ഇതായിട്ടുണ്ട്. നോർമൽ ഫിയർ ചെറിയ ടൈം ഇതാക്കിയിട്ടുണ്ടല്ലേ? നമ്മള് ഡിഫറൻസ് ഒന്നും ഇതുവരെ ആക്കിയിട്ടില്ല. കറന്റ് ഉള്ള ടൈമാണ് നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഓക്കെ കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ഓക്കെ. വാടാ വാ. ഈ സ്ഥിരം വരേണ്ടവർ ഈ പോക്കാണ് നീ സ്ഥിരം വരേണ്ടി വരും. ഇറങ്ങ് വാ ഇറങ്ങ്. തീട്ട മണം കേട്ടാ, പട്ടി തീട്ട മണം കേട്ടാ. വാ ഇറങ്ങ് വെളിയിറങ്ങ. നട. കഴിഞ്ഞ വട്ടം കക്കൂസ് കഴിഞ്ഞ അത്ര വൃത്തിയൊന്നും ശരി അത് ബാബാ നടക്ക്. ഓക്കെ എന്തൊരു പറയാനാന്ന് പറ. എടാ ഞാൻ ഒരു ആയിരോട്ടെ, ഇപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ എങ്ങനെ ഇതാക്കാൻ പറ്റോടാ? അല്ല ഇതിപ്പോ നാളത്തേക്കൊന്ന് മാറ്റാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറ്റുമോ? ഇല്ലല്ലോ. 24 മണിക്കൂർ വരെ കണ്ടിന്യൂഷൻ ഉണ്ടല്ലോ. ഓക്കെ. കഴിഞ്ഞ പുറത്തിറങ്ങിട്ട് നീ ഇട്ടോ. നീ ഇട്ടോ പോയി എന്താന്ന് വെച്ച് ചെയ്തോ. നാളെ ടൂറിനെ ഉണ്ടോ? നാളെയാണ് ടൂറിസ്റ്റ് സ്റ്റാർട്ടിങ്. നാളെയാണ് ടൂറിസ്റ്റ് സ്റ്റാർട്ടിങ്. നാളെ അടിക്കാൻ പറ്റൂല. അപ്പൊ നാളെ അടിക്കാൻ പറ്റുമല്ലോ അല്ലേ? എല്ലാവർക്കും ഉണ്ടല്ലേ? നിങ്ങളെന്താ അപ്പൊ നാളെ ടൂറിനെന്ന് പറയുന്നേ? എനിക്കുണ്ട്. ഇന്ന് അടിക്കുവാണ്. ഇന്ന് പോയോ? ഇവനെന്താ ഭയങ്കര മാസമായിട്ട് നടക്കുന്നു ഈ വാണം. ഉടുപ്പില്ല ഓടാൻ പറഞ്ഞിട്ട്. ഉടുപ്പില്ല ഓടാൻ പറ. എടാ പോവാ. പറഞ്ഞു ഉടുപ്പില്ല ഓടിക്കോ. 2 മിനിറ്റ് നീ പരിസരത്ത് കറങ്ങിയാണല്ലോ. ഇല്ല നമ്മളെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ സിറ്റുവേഷൻ ആളുണ്ടോ ചോദിച്ചാണ്. ഉണ്ടായിരുന്നു, എല്ലാരും ഉണ്ടായിരുന്നു.